അങ്ങനെ 3 വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന്, പേര് പറയപ്പെട്ട വിശുദ്ധന്മാർ. 2, മറ്റു ചിലർ. 3, വേറെ ചിലർ. ഈ മറ്റു ചിലര്, വേറെ ചിലര്, ഈ 2 കൂട്ടരും വിശ്വാസത്താൽ കഷ്ടം സ്വീകരിച്ചവരാണ്. എതിർപ്പുകളെ, പ്രയാസങ്ങളെ വെൽക്കം ചെയ്തവരാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ശ്രദ്ധിച്ചു. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. പക്ഷെ അവരുടെ ഒന്നും പേര് പരാമർശിക്കുന്നില്ല. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി. ഒന്ന് വായിക്കാം നമുക്ക്, 36 മുതൽ 40 വരെ. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അങ്ങനെ വിശ്വാസ വീരന്മാരുടെ അധ്യായം ആദ്യം വന്നതിനേക്കാൾ സ്പീഡിൽ എഴുതി അവസാനിപ്പിക്കുന്നു. ആദ്യം വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങിയത്. ഹാബേലിനെ കുറിച്ചും ഹാനോക്കിനെ കുറിച്ചും നോഹയെ കുറിച്ചും അബ്രഹാമിനെ കുറിച്ചുമൊക്കെ സാവധാനത്തിൽ സംസാരിച്ച അപ്പോസ്തലൻ ഒടുവിലേക്ക് വന്നപ്പോൾ അന്യായ സ്പീഡിൽ അങ്ങ് പോകുവാണ്. അതിലേറ്റവും ഒടുവിലത്തെ മറ്റു ചിലർ, വേറെ ചിലർ എന്നത് മനഃപൂർവം മറച്ചു വെച്ചിരിക്കുന്നു. അവരെന്തുമാത്രം തീഷ്ണമായ വേദന സഹിച്ചുവെന്നോ, എന്തൊക്കെയാണ് അതിന്റെ പിന്നിലത്തെ കാരണങ്ങളെന്നോ വിവരിക്കാതെ അവരങ്ങനെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞു വിടുകയാണ്. ആ പറഞ്ഞിരിക്കുന്നതെല്ലാം വിവരിക്കാനായിട്ട് എന്നെ സംബന്ധിച്ച് താല്പര്യമില്ല. ഞാൻ അങ്ങനെയുള്ള വിവരണങ്ങൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കേട്ടിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേട്ടു, വളരെ അകലത്തിൽ നിൽക്കുന്ന 2 മരങ്ങൾ വളച്ചു കൊണ്ടുവന്ന് ഒരു മനുഷ്യന്റെ ഒരു കാലിലും മറ്റേ കാലിലും കെട്ടിട്ട് മരം വിടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ അന്നത്തെ പ്രസംഗം ഒന്നും കേൾക്കാനുള്ള ആരോഗ്യം ഉണ്ടായില്ല. അത്ര ഭീകരവും അത്ര മാരകവുമായ കഷ്ടങ്ങളിലൂടെ ക്രിസ്ത്യാനികൾ കടന്നുപോയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ അപ്പോസ്തലൻ സ്വീകരിച്ച നയം എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി.
വിശ്വാസത്തിന് വേണ്ടി തീഷ്ണമായ കഷ്ടം സഹിച്ചവരുടെ കാര്യം വിവരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇല്ലാഞ്ഞിട്ട് തന്നെ പ്രഭാഷകർക്ക് വലിയ ഇഷ്ടം അത് വിവരിക്കാൻ. കിട്ടിയ അറിവ് വെച്ച് 1 മണിക്കൂറുള്ള പ്രസംഗത്തിൽ 1/2 മണിക്കൂറൊക്കെ ഇത് വിവരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പൗലോസും അപ്പോസ്തലന്മാരും ഈ കഷ്ടം സഹിച്ചതിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നിട്ടില്ല. ഉദാഹരണത്തിന് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ പുള്ളി ആദ്യത്തെ മിനിറ്റുകളിൽ പോലും ഒന്നും കരഞ്ഞില്ലായിരിക്കുമോ? പക്ഷെ അതൊന്നും എഴുതിയിട്ടില്ല. പോസിറ്റീവായ കാര്യം മാത്രം റിപ്പോർട്ട് ചെയ്യും. സ്വർഗം തുറന്നിരിക്കുന്നു, കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു ഞാൻ കാണുന്നു, ഇത്രയേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോ ത്യാഗങ്ങളും പീഡനങ്ങളും വിവരിക്കുന്നത് ഇമോഷണൽ ആയിട്ട് ആളുകളെ ചലിപ്പിക്കാൻ നല്ലതാണ്. പക്ഷെ അത് വിശ്വാസത്താലുള്ള ചലനമായിരിക്കില്ല. ഉദാഹരണത്തിന് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ 10 പ്രാവശ്യം കണ്ടാലും പിന്നെയും കരയും ആളുകൾ. ഞാനിവിടെ തിയേറ്റർ വാടകയ്ക്ക് എടുത്ത് ആ സിനിമ കാണിച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം വന്നിരുന്ന് കരഞ്ഞ് ഏങ്ങലിടിച്ചാ പോയെ. പക്ഷെ ഒറ്റയാള് ശാനപ്പെട്ടില്ല. ഞാൻ വിചാരിച്ചു അതോടുകൂടെ സഭാ ഹോളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഭയങ്കര സംഭവമായിരിക്കും എന്നാ വിചാരിച്ചു. കാരണം അതുപോലത്തെ കരച്ചിലാണ്. പക്ഷെ വെറുതെ കരഞ്ഞതാ. അത് എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇമോഷണൽ ഫീലിങ്സ് ആണത്. അതിപ്പോ ഒരു പട്ടിയെ തല്ലുന്ന കണ്ടാലും നമുക്ക് സങ്കടം വരികയല്ലേ. ഞാൻ ചെറുതാക്കി പറയല്ല. മനസാക്ഷി ഉള്ളവർക്കൊക്കെ പീഡനങ്ങളും രക്തച്ചൊരിച്ചിലുകളും കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകും. ആ വിഷമവും മാനസാന്തരവും രണ്ടും രണ്ടാം. ഇപ്പൊ കർത്താവിനെ ഉപദ്രവിച്ച ഉപദ്രവം എന്നൊക്കെ പറയുന്നത്, അതുപോലെ ഒരു മൃഗത്തെ ഉപദ്രവിച്ചാൽ നിശ്ചയമായിട്ടും കേസെടുക്കും ഇന്ത്യയില്, അല്ലേ? അതുപോലെ ആരോ ഒരാൾ ഒരു വീട്ടിൽ നിന്ന് പട്ടിയെ കാറിന്റെ പുറകെ കെട്ടിക്കൊണ്ടുപോയി റോഡെ വലിച്ചോണ്ട് പോയി. പുറകെ മോട്ടോർ സൈക്കിളെ വന്നവൻ അതിന്റെ വീഡിയോ എടുത്തു. പിറ്റേ ദിവസം കാറിന്റെ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശുവിനെ തല്ലിയവരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയുള്ള ഈ രാജ്യത്ത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പരിശുദ്ധനായ ദൈവപുത്രനെ ക്രൂരമായി ഉപദ്രവിച്ചത് കണ്ടാൽ ആരാ കരയാത്തെ? എന്നാൽ പൗലോസ് മാനസാന്തരപ്പെട്ടത് ഈ പീഡനം കണ്ടിട്ടാണോ? അല്ലല്ലോ. കർത്താവിന്റെ ക്രൂശിലെ വേദന കണ്ട ആളുകൾ അധികമൊന്നും മാനസാന്തരപ്പെട്ടതായിട്ട് നമുക്ക് അറിവില്ല. അപ്പോ ഇങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിലധികം നമ്മുടെ മനസ്സ് പതിയാൻ പൗലോസ് ആഗ്രഹിച്ചില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതുപോലെയോ അതിന് തുല്യമോ ആയ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഇപ്പോൾ ഭാരതത്തിലുണ്ട്. നമ്മുടെ ദൈവദാസന്മാർ അത് പറയാത്തതാണ്. ഇപ്പൊ ഡോക്ടർ എബി
ആണ് ഞാൻ കൂടുതൽ പരിചയപ്പെടുന്ന അറിയുന്ന ദേവദാസൻ. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന് ഓരോ ദിവസവുമുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ട് പിടിച്ചതാണ്. ഞങ്ങൾ തമ്മിൽ വല്ലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയും, പാസ്റ്ററെ നാളത്തെ ദിവസം ജീവിച്ചിരിക്കുമോ എന്ന് അറിയാത്ത ദിവസങ്ങളാ പലതും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തുമെന്ന് ചിന്തിക്കാൻ മേലാത്ത സാഹചര്യമാണ്. അതിലുപരി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നവൻ ആരാടാന്ന് ചോദിച്ച് രാത്രി വീട്ടിൽ കയറി ഉപദ്രവിക്കാനും സാധ്യതയുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പ്രസംഗത്തിൽ പറയാറില്ല, ഇതൊന്നും തന്റെ ലേഖനത്തിൽ വരാറില്ല. താൻ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു പൗലോസിന്റെയും നയം, ചിന്താഗതി. അതുകൊണ്ട് നമ്മളും അത് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. സഹതാപ തരംഗം ഉണ്ടാക്കുന്ന രീതി മിഷണറിമാർക്കില്ലായിരുന്നു. സ്തോത്രം. ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. അക്കാലത്ത് ക്രൂരപീഡനങ്ങളിൽ ഒന്നാണ് മൃഗത്തിന്റെ തോലിനകത്ത് പൊതിഞ്ഞ് വെയിലത്തിടുക എന്നുള്ളത്. അത് ഓരോ മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിഭീകരമായ അവസ്ഥയിലേക്ക് ആ രംഗം മാറിപ്പോയി. അങ്ങനെ പലതരം പീഡന മുറകൾ അവർ ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും പൗലോസ് ഇവിടെ വിവരിച്ചിട്ടില്ല. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് തരുന്ന പാഠം, കഷ്ടം സഹിക്കുന്നവർക്ക് അതിനുള്ള കരുത്ത് ദൈവം നൽകുന്നു. കണ്ടു നിൽക്കുന്നവർക്ക് അതിനുള്ള കരുത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിവരിക്കാൻ പരിശുദ്ധാത്മാവിന് ഉദ്ദേശമില്ല, നമുക്ക് ഉദ്ദേശമില്ല. കഷ്ടം സഹിക്കുന്നവർക്ക് അതിനുള്ള കരുത്ത് കർത്താവ് നൽകിയിട്ടുണ്ട്, നിശ്ചയം. എന്നാൽ കണ്ടു നിൽക്കുന്നവർക്ക് ആ കരുത്തില്ല. അതിന്റെ ഉദാഹരണമാണ് എബ്രായ ബാലന്മാരെ തീയിലേക്ക് ഇടുവാൻ ചുമന്നുകൊണ്ട് പോയവർക്ക് പൊള്ളലേറ്റു. പക്ഷെ തീയിൽ വീണവർക്ക് പൊള്ളലേറ്റില്ല. അപ്പൊ പ്രൊട്ടക്ഷൻ ആർക്കേ ഉള്ളൂ? തീയിൽ വീഴുന്നവർക്കേ ഉള്ളൂ. തീയിൽ വീഴുന്നവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, കണ്ടു നിൽക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. ഈ ഭാഗത്ത് ഇന്നലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റുന്ന. അതെനിക്കത് വീണ്ടും വീണ്ടും വായിച്ചു നോക്കി. എന്ന് പറഞ്ഞാൽ വേണ്ടെന്നേ, നിങ്ങള് ഞങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ നടന്ന പോലെ ഒരു അത്ഭുതം നടക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ഞങ്ങൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. എന്താ കാര്യം? അവർക്ക് അതിന്റെ ഡബിൾ ഗ്രേസ് കിട്ടിക്കഴിഞ്ഞു, പ്രത്യേക കൃപ ലഭിച്ചു. പിന്നെ നിത്യത എന്ന് പറയുന്നത് ഒരു പച്ചയായ
യാഥാർത്ഥ്യമായിട്ട് അവരുടെ മനസ്സിൽ വ്യക്തമായി. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോകട്ടെ. അതാണ് ഈ വേറെ ചിലരും ഈ മറ്റു ചിലരും. അത് തന്നെ ഇന്നും ഉണ്ടെന്ന് നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് വലിയ വിടുതൽ കിട്ടിയ ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ വിടുതൽ കിട്ടാതെ പോകുന്ന നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിച്ചത്, കർത്താവേ ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വരട്ടെ. ഇതായിരിക്കാം അവരുടെ പ്രാർത്ഥന. ഉദ്ധാരണം പ്രതീക്ഷിക്കാതെ പുനരുത്ഥാനത്തെ പ്രതീക്ഷിച്ച ഭക്തന്മാർ. അത് വിശ്വാസത്തിന്റെ ഒരു പ്രത്യേക ലെവലാണ്. അങ്ങനെ നമ്മൾ ആ ഭാഗം വിടുന്നു. പൗലോസ് അപ്പോസ്തലൻ ആ ഭാഗങ്ങളെ എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞതുപോലെ തന്നെ ഞാനും ആ ഭാഗം അങ്ങ് വിടുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ ഒടുവിലേക്ക് പോകുന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു ചിന്ത. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇന്നത്തെ സന്ദേശത്തിന്റെ പ്രധാന ഭാഗം അതാണ്. ലോകം അവർക്ക്, അതായത് ആദിമ സഭയ്ക്ക് യോഗ്യമായിരുന്നില്ല. നമുക്കോ പാട്ട് പഴയത് നമ്മൾ പാടുന്നുണ്ട്, ലോകമേതും യോഗ്യം. പക്ഷെ ലോകം നമുക്ക് യോഗ്യമാണല്ലോ. നമുക്കിപ്പോ എന്നാ പ്രശ്നം? നമുക്കിപ്പോ ലോകത്തിൽ എന്നാ പ്രശ്നമുള്ളത്? അപ്പൊ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, നമുക്ക് യോഗ്യമല്ലേ? ഒന്ന് യോഹന്നാൻ 3:13 ഒന്ന് വായിക്കാമോ? സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. പകയ്ക്കുന്നില്ലെങ്കിലോ? പകയ്ക്കുന്നില്ലെങ്കിൽ ആശ്ചര്യം. ഡോക്ടറെ വിളിക്കുന്നതാണ് നല്ലത്. നോർമലായ ഒരു കാര്യമാണ് വിശ്വാസിയെ ലോകം പകയ്ക്കുക എന്നുള്ളത്. പകയ്ക്കുന്നില്ലെങ്കിൽ there is something problem, എന്തോ വിഷയമുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വേദ ശാസ്ത്രി പറഞ്ഞത്, അന്നത്തെ ലോകമാ അല്ല ഇന്നത്തെ. അന്ന് പകച്ചെങ്കിലും ഇന്ന് മനുഷ്യന് കുറെ കൂടെ വിദ്യാഭ്യാസമൊക്കെ വന്നു, ജനാധിപത്യം വന്നു. അതുകൊണ്ട് ഇന്ന് അങ്ങനെ പകയ്ക്കുന്നില്ല. ശരിയാണോ? ലോകം അന്നത്തേക്കാൾ നന്നായി എന്നല്ലേ പുള്ളി പറഞ്ഞതിന്റെ അർത്ഥം? ഒന്നെങ്കിൽ അതാ കാര്യം, അല്ലെങ്കിൽ നമ്മൾ ലോകവുമായിട്ട് ഏതാണ്ട് ഒരു കോംപ്രമൈസിലെത്തി. ഈ രണ്ടിലേതോ ആണ് കാരണം. കപ്പല് വെള്ളത്തിലാണ് ഓടുന്നത്, വെള്ളത്തിലേ ഓടാൻ പറ്റൂ. പക്ഷെ വെള്ളം കപ്പലിനകത്ത് ക്രമാതീതമായിട്ട് കേറിയാൽ പിന്നെ അധികം ദിവസം ഓടുകയില്ല, മുങ്ങും. ലോകത്തിലാണ് വിശ്വാസി ജീവിക്കുന്നത്.
പക്ഷെ ലോകം സഭയ്ക്കകത്തോട്ട് കയറിയാൽ ഇത് മുങ്ങിപ്പോകും. ദേമാസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ദേമാസ് കള്ളു കുടിച്ചു എന്നല്ല, ദേമാസ് സെക്കൻഡ് മാരേജ് ചെയ്തു എന്നുമല്ല. ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയി. അതുകൊണ്ട് കള്ളു കുടിക്കാമെന്നോ സെക്കൻഡ് മാരേജ് ചെയ്യാമെന്നോ ഒന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ലോകത്തെ സ്നേഹിച്ചു എന്ന ഒറ്റ വാക്കേ അയാളുടെ പിന്മാറ്റത്തിന് വേണ്ടി പറയുന്നുള്ളൂ. തീമോത്തിയോസിന്റെ ലേഖനത്തിലാണ് ആ വാക്യം കിടക്കുന്നത്. അപ്പോൾ ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയി. ലോകം അവർക്ക് യോഗ്യമല്ലായിരുന്നു. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 10-ാം വാക്യം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. മതി, താങ്ക് യു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകത്തിന്റെ സ്നേഹിതനും ദൈവത്തിന്റെ സ്നേഹിതനും കൂടെ ആകാൻ ആർക്കും കഴിയില്ല. ലോകത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ലോകത്തെ സ്നേഹിക്കുന്നവരുടെ പേരവിടെ എഴുതിയിട്ടുണ്ട്, വ്യഭിചാരിണി. അത് ഇച്ചിരി കട്ടിയല്ലേ? ഭയങ്കര വാക്കാ ഉപയോഗിച്ചിരിക്കും. വിവാഹിതരായവർക്ക് മാത്രമേ ഇതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. കർത്താവിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത മണവാട്ടി ആണ് നമ്മൾ. നമ്മൾ ലോകത്തെ സ്നേഹിച്ചാൽ അതിന്റെ അർത്ഥം വിവാഹം ഇനി നടക്കുകയല്ലെന്നാ. വ്യഭിചാരിണിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ വിവാഹം നടക്കുമോ? നിങ്ങളുടെ മനസ്സിൽ വാക്യങ്ങൾ വരുന്നുണ്ട്, എങ്കിലും ഞാനൊന്ന് പറയാം. പുതുതായിട്ട് പരിചയക്കുറവുള്ളവരുണ്ടല്ലോ. കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11 വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു എന്നാണ് ലോകസ്നേഹം ഒരുവനിൽ കയറുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എഫേസോസിലെ സഭയുടെ കുറ്റം എന്താണ്?
സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ഒരൊറ്റ കുറ്റമാണ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞാൽ മാത്രമേ ലോക സ്നേഹം അകത്ത് കയറത്തുള്ളൂ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ ലോകത്തെ കൂടെ സ്നേഹിക്കാൻ കഴിയില്ല. യാക്കോബ് അപ്പോസ്തലന്റെ സ്വഭാവം ഒരു മയമില്ലാതെ സംസാരിക്കും. ലോകത്തെക്കുറിച്ചും ലോകസ്നേഹത്തെക്കുറിച്ചും ഒക്കെ യോഹന്നാനും പൗലോസും പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യഭിചാരിണി എന്ന് വിളിച്ചിട്ടില്ല. യാക്കോബിന് പിന്നെ അപ്പുറം ഇപ്പുറം നോട്ടമൊന്നുമില്ല. ചുമ്മാ അങ്ങ് യാക്കോബിന് ലേഖനം പഠിച്ചാൽ ബഹുരസമാണ്. ഒരു മയം ഇല്ലാത്ത ഭാഷയാണ്. അപ്പൊ പിന്മാറ്റക്കാരനാണ്, ബലഹീനതയാണ്, ഞായറാഴ്ച വന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ യാക്കോബ് പറയുന്നത് വ്യഭിചാരിണികളല്ലേ പോയി പണി നോക്കാൻ പറയുന്നു. കർത്താവിനേക്കാൾ അധികം മറ്റെന്തിനെയും സ്നേഹിക്കുന്നവർക്ക് യാക്കോബ് ഇട്ടിരിക്കുന്ന പേര് മോശമായ പേരാണ്. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ലോകത്തെക്കുറിച്ചും ലോകസ്നേഹത്തെക്കുറിച്ചും ഒത്തിരി പറയുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17. ലോകത്തെയും ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വാക്യങ്ങളാണ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ഇത്രയെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് പലപ്പോഴും വായിക്കുന്നതാണ്. എന്നാൽ നമുക്ക് പലർക്കും പിടികിട്ടാത്ത ഒരു കാര്യമുണ്ട്. എന്താണ് ലോകം? നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് ലോകമാണോ? അതെ, ലോകത്തിന്റെ പ്രോഡക്റ്റ് ആണത്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന, നമ്മൾ ഇരിക്കുന്ന, കാണുന്ന എല്ലാം ലോകത്തിന്റെ പ്രോഡക്റ്റ് ആണ്. ഒന്നും സ്വർഗത്തിൽ നിന്ന് വന്നതല്ല. പക്ഷെ ഇതൊന്നും ലോകമല്ല, ലോകത്തിലുള്ളതാണ്. വായിച്ച വാക്യം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും. 1 യോഹന്നാൻ 2:15. അപ്പൊ ലോകത്തിലുള്ളതാണ് ഈ ഉപകരണങ്ങളെല്ലാം. ഉടുപ്പും പാൻറ്റും സാരിയും അലമാരിയും വീടും റോഡും വാഹനവും ചെരുപ്പും ബാഗും എല്ലാം ലോകത്തിൽ ഉള്ളതാണ്. പക്ഷെ ലോകം എന്താണ്? ഇത് മനസ്സിലാക്കാൻ കൂടുതൽ വചനധ്യാനം ആവശ്യമാണ്. ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല.
മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാം. 1 യോഹന്നാൻ 15:18. 5 ആണോ പക്ഷെ? സോറി, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യം. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. മതി. ഏതോ ഡിവൈസിന്റെ അടുത്തൊരു കൊച്ചിരുന്ന്, ഓക്കെ, ശ്രദ്ധിച്ചാട്ടെ. എന്താണ് ലോകം? നമുക്ക് ഒരു ഉത്തരം എവിടുന്ന് കിട്ടും? യേശുവിനെ പകച്ചതാരാ? കട്ടിലാണോ, കസേരയാണോ, അലമാരിയാണോ, കാറാണോ, വീടാണോ? വ്യവസ്ഥിതി അല്ലേ, സിസ്റ്റം. ഗവൺമെന്റ് എന്ന് മാത്രം പറയാൻ ഒക്കുകയില്ല. അന്നത്തെ രാഷ്ട്രീയം, അന്നത്തെ മതം, അന്നത്തെ സമൂഹം, ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട ആ സാധനത്തിന്റെ പേരാ ലോകം. അപ്പൊ അതിന് ലോക വ്യവസ്ഥിതി എന്നാ പറയുന്നത്, സിസ്റ്റം. വാക്യം 18, യോഹന്നാൻ 15:18 ഒരിക്കൽ കൂടെ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ. അപ്പൊ യേശുവിനെ പകച്ചത് എന്ത് എന്ന് കണ്ടുപിടിക്കുക, അതാണ് ലോകം. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. എല്ലാം മനോഹരമായ പാട്ടല്ലേ. അപ്പം ലോകം യേശുവിന് കൊടുത്തത് മുൾമുടിയാണ്. സ്തോത്രം. അതാണ് ലോകത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം. ഇനിയും 19-ാം വാക്യത്തിൽ ഒരു അല്പം കൂടെ ഒരു ലൈറ്റ്, ഒരു വെളിച്ചം കിട്ടുന്നുണ്ട്. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ആമേൻ. കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ലോകത്തിലായിരുന്നു. ഇപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ അവസ്ഥ, ഞാൻ യാക്കോബയിലായിരുന്നു, അല്ല ലോകത്തിലായിരുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വിലക്ക് വാങ്ങിയെന്നാ പറഞ്ഞേ. യാക്കോബായിന്ന് വിലക്ക് വാങ്ങിയെന്നല്ല, കത്തോലിക്കെന്ന് വിലക്ക് വാങ്ങിയെന്നല്ല, ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ആ അവസ്ഥയാണ് ലോകം. നിങ്ങൾ അന്ന് ലോകക്കാരായിരുന്നു,
എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പോയിക്കുന്നു. അപ്പൊ നമ്മള് ലോകക്കാരാണോ അല്ലയോ എന്ന് ലോകക്കാർക്ക് അറിയാം. ഇപ്പൊ നമ്മുടെ യോഗങ്ങൾക്ക് വരാൻ മന്ത്രിമാര് ഇടിച്ചു നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അവർക്ക് മനസ്സിലായി നമ്മള് ലോകക്കാരായി തുടങ്ങിയെന്ന്. ഓക്കെ, ഇനി വീണ്ടും ഒരു അല്പം കൂടെ വെളിച്ചം കിട്ടുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ്. പതിനേഴിന്റെ 9. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പം ലോകത്തിലുള്ള മനുഷ്യർ രണ്ട് കൂട്ടരാണ്. ഒന്ന് ലോകത്തിന്റെ ജനം, രണ്ട് കർത്താവിന്റെ ജനം. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കും. നാം ലോകത്തിനുള്ളവരല്ല, നാം കർത്താവിനുള്ളവരാണ്. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ഇനി 13-ാം വാക്യം. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിൽ വെച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ്, ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഇപ്പൊ ലോകത്തിലാണ് കർത്താവ്, പക്ഷേ ലോകത്തിലല്ല. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ആകേണ്ടത്. 14-ാം വാക്യം. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. ലൗകികന്മാർ അല്ലാതെ ലോകത്തിൽ ജീവിക്കണം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ ഒരു ദൗത്യം, ടാർഗറ്റ്. ലൗകികന്മാരല്ലാതെ ലോകത്ത് ജീവിക്കണം. ലൗകികന്മാരല്ലാതെ ലോകത്തിൽ ജീവിക്കണം.
വാക്യം 16. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. അപ്പൊ ലൗകികന്മാരല്ലാതെ ലോകത്തിൽ ജീവിക്കുന്നവരാണ് ദൈവമക്കൾ. അപ്പൊ ലോകം അവർക്ക് യോഗ്യമല്ല. ലോകം യേശുവിനെ പകച്ചു. ലോകം സഭയെയും പകയ്ക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവരെ ലോകത്തിൽ നിന്ന് മാറ്റിയാലോ? പറ്റുകയില്ല. ഇവർക്ക് ലോകത്തിൽ ഒരു ദൗത്യമുണ്ട്. എന്താ ദൗത്യം? ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകണം, ഭൂമിയുടെ ഉപ്പാകണം. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. അതുകൊണ്ട് 15-ാം വാക്യം, യോഹന്നാൻ 17:15. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പൊ സഭയെ ലോകത്തിലാണ് നട്ടിരിക്കുന്നത്, നിർത്തിയിരിക്കുന്നത്. സഭയ്ക്ക് ഇപ്പോൾ ലോകത്തിൽ ഒരു ദൗത്യമുണ്ട്. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു അവരെ കുടുക്കിക്കളയാതിരിപ്പാൻ, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഈ ലോകത്തിന്റെ പ്രഭുവായ ഈ പിശാച്, ഈ ദുഷ്ടൻ, ഈ ചതിയൻ കർത്താവായ യേശുവിനെ കുടുക്കാനായിട്ട് വളരെ ശ്രമിച്ചല്ലോ. അതറിയാവുന്നതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ദുഷ്ടന്റെ കയ്യിൽ ഇവരെ അകപ്പെടാതെ കാക്കണേ. അപ്പൊ നമ്മള് ലോകത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ മേൽ ദുഷ്ടന് സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ദുഷ്ടൻ എന്ന് വിളിച്ചിരിക്കുന്ന കഥാപാത്രമാണ് ഈ ലോകത്തിന്റെ പ്രഭു. ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം 18-19. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കണ്ടോ? ദുഷ്ടന്റെ അധീനതയിൽ കിടക്കാത്തവരാണ് ദൈവസഭ. ഇപ്പൊ ലോകം എന്ന് പറഞ്ഞാൽ എന്താ? ദുഷ്ടന്റെ കൺട്രോളിൽപ്പെട്ട സമൂഹം. സകല ലോകവും
ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, പക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. വാക്യം 19 രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, മറ്റുള്ളവർ ദുഷ്ടന്റെ അധീനതയിലുമാണ്. അങ്ങനെയാണെങ്കിൽ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നവരെ ദൈവത്തിന്റെ അധീനതയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സുവിശേഷ വേല. സ്തോത്രം, 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 സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം 18-ാം വാക്യവും ഒന്നും കൂടെ. 18-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. യോഹന്നാൻ 17-ലെ പ്രാർത്ഥനയും ഈ വാക്യം കൂടി ഒന്ന് ചേർത്ത് ചിന്തിച്ചു നോക്കിയാട്ടെ. 17-15. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് ദൈവമക്കൾക്ക്. ലോകത്തിലായിരിക്കുമ്പോൾ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞായറാഴ്ച സാധ്യത കുറവാണ്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പ്രാർത്ഥന, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാത്തോളണേ പിതാവേ, കാത്തോളണേ. ഈ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാനായിട്ട് ഉള്ള സാധ്യത എവിടെയാണ്? പ്രാർത്ഥനയുണ്ട്. അപ്പൊ തന്നെ നമ്മളുടെ ഭാഗം എന്തു പറയുന്നു? അതിപ്പം വായിച്ചിടത്തുണ്ട്. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാനുള്ള സാധ്യത ഒരുങ്ങുന്നത് തന്നെത്താൻ സൂക്ഷിക്കാത്ത സമയത്താണ്. നീ തനിച്ചിരിക്കുമ്പോൾ നിന്റെ ചിന്തകളെയും സമൂഹത്തിലിരിക്കുമ്പോൾ നിന്റെ വാക്കുകളെയും സൂക്ഷിക്കുക എന്ന് ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട്. നീ തനിച്ചിരിക്കുമ്പോൾ നിന്റെ ചിന്തകളെയും സമൂഹത്തിലിരിക്കുമ്പോൾ നിന്റെ വാക്കുകളെയും സൂക്ഷിച്ചു കൊള്ളുക. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. തന്നെത്താൻ സൂക്ഷിക്കുന്നു. ആ ഒരു സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അലേർട്ട് എന്ന് ഓർത്താൽ മതി. അലേർട്ട്.
അങ്ങനെയുള്ളവരെ ദുഷ്ടൻ തൊടുകയില്ല. നമ്മുടെ സൂക്ഷ്മത കൊണ്ട് മാത്രമല്ല, നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നു, സഭ പ്രാർത്ഥിക്കുന്നു. സൂക്ഷിക്കുന്നതിനെ കുറിച്ച് യൂദ പറയുന്ന 3 കുറിപ്പുണ്ട്. ഒന്ന് 24-ാം വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ഇവിടെ നമ്മളെ സൂക്ഷിക്കുന്നത് ദൈവം തമ്പുരാനാണ്, സർവശക്തിയുള്ള ദൈവമാണ്. ഇനി 20-21 വായിച്ചാട്ടെ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. 24-ാം വാക്യത്തിൽ നമ്മളെ സൂക്ഷിക്കുന്നത് ത്രിയേക ദൈവമാണ്. 20-ാം വാക്യത്തിൽ നമ്മളെ സൂക്ഷിക്കുന്നത് നമ്മളാണ്. ഇനി 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായി ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. ഇവിടെ സൂക്ഷിക്കുന്നത് ദൈവമാണ്. 1-ാം വാക്യത്തിലും ഒടുവിലത്തെ വാക്യത്തിലും ദൈവം നമ്മെ സൂക്ഷിക്കുന്നു എന്ന് എഴുതിയിട്ട് 20-ാം വാക്യത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചോൾവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു പങ്കുണ്ട്. അത് യോഹന്നാൻ 1 യോഹന്നാൻ 5:18 വായിച്ചല്ലോ. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. പക്ഷെ ആ സൂക്ഷിക്കുന്നതിനെ കുറിച്ചും സമയമെടുത്ത് ധ്യാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ നോക്കാം. ഇന്നത്തെ സമയം തീരുന്നു. വായിച്ചാട്ടെ 20-ഉം 21-ഉം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. 3 പവർ പോയിന്റ് അവിടെ ഉണ്ട്. 3 പവർ പോയിന്റ്. ഒന്ന്, നമ്മുടെ ഫണ്ടമെന്റൽ ഫെയ്ത്ത്. രണ്ട്, ദൈവസ്നേഹത്തിന്റെയും ദൈവകരുണയുടെയും കവറേജ്. വണ്ടി എടുക്കുമ്പോ ഫുൾ കവർ വേണോന്ന് ചോദിക്കുകയല്ലേ?
ആദ്യത്തെ 1 കൊല്ലത്തേക്ക് ഫുൾ കവർ തരും. അത് കഴിഞ്ഞ് അവര് വേണേ കുറച്ച് തരും. അപ്പം മിക്കവാറും പേര് കുറച്ചേക്കാം, കാരണം കാശ് കുറച്ചു മതിയല്ലോ എന്നോർത്ത് കുറയ്ക്കും. എവിടെയെങ്കിലും ഒന്ന് മുട്ടുകയോ പിടിക്കുകയോ ചെയ്യുമ്പോഴാണ് വിവരം അറിയുന്നത്. ബമ്പർ ടു ബമ്പർ ഉണ്ടെങ്കിൽ മുട്ടിയാലും തട്ടിയാലും ഒന്നും പേടിക്കണ്ട. അപ്പൊ ദൈവസ്നേഹത്തിന്റെ കവറേജ് ബമ്പർ ടു ബമ്പറാ. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യരുത്. തേർഡ് പാർട്ടി മതി എന്ന് പറയരുത്. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. 3-ാമത്തെ പവർ പോയിന്റ് പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അറിയാമല്ലോ അല്ലേ ദൈവമക്കൾക്ക്? 1 കൊരിന്ത്യർ 14:14 ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, അല്ലേ? വായിച്ചാട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും. നമ്മൾ തന്നെ സൂക്ഷിക്കുന്നതിന്റെ 3 പവർ പോയിന്റ്സ് യൂദ പറയുന്നു 20:21. ശ്രദ്ധയോടെ ഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥനയോടെ കേൾക്കുക. 1, ഫണ്ടമെന്റൽ ഫെയ്ത്ത്, നമ്മുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിൽ ഉറയ്ക്കുക. തന്നെത്താൻ സൂക്ഷിക്കുന്നതിന്റെ ഒരു രഹസ്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വാക്ക് അതിനകത്തുണ്ട്, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഫെയ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, എന്റെ പാപം ക്ഷമിച്ചതാണ്, ഞാൻ പുതു സൃഷ്ടിയാണ്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഇതാണ് ഫണ്ടമെന്റൽ ഫെയ്ത്ത്. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? അതൊന്നും അങ്ങനെ ഫ്രീ ആയ കാര്യമൊന്നുമല്ല. കർത്താവ് മുഴുവൻ വിലയും കൊടുത്തതാണ്. ഫ്രീ ആന്ന് ഓർത്ത് ഫ്രീ അല്ല. എനിക്ക് ഫ്രീയാ, പക്ഷെ സ്വർഗത്തിന് അത് ഫ്രീ അല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഫണ്ടമെന്റൽ ഫെയ്ത്ത് പലർക്കും ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. നമ്മുടെ ഉപവാസം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ ഒന്നുമല്ല നമ്മൾ നിൽക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയണം. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആര്? ഫണ്ടമെന്റൽ ഫെയ്ത്ത്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എന്നുള്ള സൂചന അത്രയുള്ള അവിടെ. അതിന്റെ അർത്ഥം അതാ, അടിസ്ഥാന വിശ്വാസത്തിൽ മനസ്സിളകാതെ ഉറച്ചു നിൽക്കുക. നമ്പർ 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. അതാണ് നമ്പർ 2. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാന്ന് അറിയാൻ മേലാത്തവര് വാക്യം നോട്ട് ചെയ്തുകൊള്ളുക. 1 കൊരിന്ത്യർ 14:14, എഫേസ്യർ 6:18, റോമർ 8:26 കുറിച്ചിട്ട് കൊള്ളുക. എഫേസ്യർ 6:18 ഇങ്ങനെയാണ്: ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. 6:18 ഒന്ന് വായിച്ചേര്. സകല പ്രാർത്ഥനയാലും യാചന
ധ്യാനിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ആമേൻ. ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ ആർക്കും പറ്റുകയില്ല. ഞാൻ വിശദീകരിക്കാം. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ ഒക്കുകയില്ല. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ പറ്റും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാം, പക്ഷെ ഏത് നേരത്ത് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. ഉദാഹരണം പറഞ്ഞാല് അതിന് ഗൗരവം വിടാതെ ശ്രദ്ധിക്കണം. ഇപ്പൊ എന്നെ ഒരാൾ ഫോൺ വിളിക്കാതിരിക്കട്ടെ, ഞാൻ അയാളോട് ഫോണിൽ പറയുമ്പോഴും എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഞാനൊരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പം അതൊരു പ്രത്യേക അനുഭവമാണ്. ആ അനുഭവത്തെ കൂടുതൽ ശക്തീകരിക്കാനായിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ അത് വളരെ കുറച്ചു പേരെ ഉപയോഗിക്കുന്നുള്ളൂ. അതിങ്ങനെ കിടന്ന് ലാപ്സായി പോവുക. മാർച്ച് മാസം ആകുമ്പോഴത്തേനും ഫണ്ടെല്ലാം പോവുമല്ലേ. ഇപ്പൊ ഇവിടെ ഈ നാട്ടിലുള്ളവരെല്ലാം ഓടി നടന്ന് റോഡ് നന്നാക്കുക. മാർച്ച് മാസം ആകുമ്പോൾ ഫണ്ടങ്ങ് തീരും. ഇനിയിപ്പോ ഇച്ചിരി ടാറ് കലക്കി എല്ലായിടത്തും ഒഴിച്ച് ആ കാശ് മേടിച്ചെടുക്കും. ഇതുപോലെ നമുക്ക് ലഭിച്ചു കിടക്കുന്ന ഒരു ആനുകൂല്യമാണ് അന്യഭാഷ പ്രാർത്ഥിക്കുക എന്നുള്ളത്. പക്ഷെ അതിങ്ങനെ ലാപ്സായി പോവുക. എപ്പോഴാണ് നമ്മൾ വല്ല പാട്ടൊക്കെ പാടി കീബോർഡ് എല്ലാം ഓൺ ചെയ്ത് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു സമയം വരുമ്പോഴല്ലേ ഈ അന്യഭാഷ വരുള്ളൂ. അതുവരെ സാധനം എവിടെയാന്ന് ഒരു പിടിയില്ല. എന്നെ ചെയ്യാനാ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളെക്കാൾ എല്ലാം അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളാ. നിങ്ങൾ എന്ത് ബ്രദറുകാർ വേണേലും ആയിരിക്കും. പക്ഷെ പൗലോസിനെ ബ്രദറുകാർക്കും ഇഷ്ടം, പെന്തിക്കോസുകാർക്കും ഇഷ്ടം, ഭയങ്കര ഇഷ്ടം അല്ലേ. പൗലോസിന്റെ ജീവചരിത്രം എഴുതിയത് പെന്തിക്കോസുകാർ ആരും എഴുതിയിട്ടില്ല, ബ്രദറുകാർ എഴുതിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടം അവർക്ക്. പക്ഷെ പുള്ളി അവരോട് പറയുക, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ നിങ്ങളെക്കാൾ എല്ലാം അധികം അന്യഭാഷ പറയുന്ന ആളാ. നിങ്ങൾ എന്നെ ബ്രദറുകാരനാക്കിക്കോ, പക്ഷെ ഞാൻ നിങ്ങളെക്കാളും അധികം അന്യഭാഷയിൽ സംസാരിക്കുന്ന ആൾ. എപ്പോഴാ പുള്ളി പ്രസംഗിക്കുമ്പോൾ പറയത്തില്ലെന്ന് പുള്ളി പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഞാൻ പൊതുവെ പറയുകയില്ല. 10,000 വാക്ക് അന്യഭാഷ പറയുന്നതിനേക്കാൾ 10 വാക്ക് നിങ്ങളുടെ ഭാഷ പറയാനാണ് എനിക്കിഷ്ടം പ്രസംഗിക്കുമ്പോൾ. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ 90% അന്യഭാഷയില. പിടികിട്ടിയോ? അതും ഗ്രഹിക്കാനുള്ള കൃപ ദൈവം തരട്ടെ. അപ്പൊ സൂക്ഷിക്കുന്നതിന്റെ പവർ പോയിന്റ്. ഈ പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൊബൈലൊക്കെ ചാർജ് പോകുമ്പോൾ പവർ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കി ഇറക്കുകയല്ലേ, കൊണ്ടൊന്ന് കുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ തന്നെ സൂക്ഷിക്കാനുള്ള ഒന്നാമത്തേത് എന്താണ്? നമ്മുടെ വിശ്വാസം എന്ന് ഉറക്കുക. 2, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രയോജനപ്പെടുത്തുക. 3, ദൈവസ്നേഹത്തിന്റെ കവറേജ്. ആ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. യൂദ 20:21. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ ഒടുവിലത്തെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. എങ്ങനെയാ അത് മനസ്സിലാക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഈ കൊച്ചുമക്കള് വീട്ടിലുള്ളപ്പോ ഞാൻ ഈ ഗേറ്റ് അങ്ങ് അടച്ചിടും. അപ്പൊ അതിനകത്ത് മൂത്ത പുള്ളി ചോദിക്കുന്ന, അപ്പച്ച അടയ്ക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ പുറത്തു പോവുകയില്ല, ഉറപ്പല്ലേ? അപ്പച്ചൻ തുറന്നിട്ടു.
തുറന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ റോഡിൽ നിൽക്കുന്ന കാണാം. വെറുതെ വാചകം അടിക്കുന്ന. ഇത് തുറന്നിട്ട് വെളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസം ഇതല്ല. എന്നാ തുറന്നിട്ടാലും പോകാത്ത ഒരു ലെവലിലേക്ക് ഉയരണമെന്നാ പറഞ്ഞത്. ദൈവസ്നേഹമാകുന്ന ആ ഗേറ്റിനകത്ത് ലോക്കില്ലെങ്കിലും നിൽക്കാൻ നീ ആത്മീയത്തിൽ അച്ചടക്കം പഠിക്കണം. എനിക്ക് ഇവിടം വരെ പോകാൻ പറ്റുള്ളൂ, എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ, നിയമത്തിലല്ലെന്ന് അതിന്റെ അർത്ഥം. അതായത് ഗേറ്റ് അടയ്ക്കുന്നത് നിയമമാണ്. എന്തുകൊണ്ടാ പുറത്തു പോകാത്തത്? ഗേറ്റ് അടച്ചതുകൊണ്ട്. ഞാൻ എന്തുകൊണ്ടാ പുറത്തു പോകാത്തത്? സ്നേഹം കൊണ്ട്. പിടികിട്ടിയോ? ഇതേ പുള്ളിയെ തന്നെ, ഇതേ കൊച്ചുമോനെ തന്നെ ഞാന് ഒന്ന് പരീക്ഷിച്ചു. ഇവന് ഞങ്ങളിങ്ങനെ ഒരു 1.5 കിലോമീറ്റർ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴി എന്നെ പറ്റിച്ച് ഒരു ഒറ്റ ഓട്ടോ ഓടി. എനിക്ക് അവന്റെ ഒപ്പം ഓടാൻ പറ്റുമോ? എനിക്കങ്ങ് ആദ്യമായി വല്ല പട്ടിയോ പശുവോ കാളയോ വഴിക്ക് വന്നാൽ എന്ത് ചെയ്യും? ഇവൻ ഓടി കുറെ എങ്ങാണ്ട് പോയി ഒളിച്ചു നിൽക്കുക. അപ്പൊ ഞാനൊരു സങ്കടഭാവം അഭിനയിച്ചു. ഇനി നിന്റെ കൂടെ ഒരിടത്തും ഞാൻ വരികയില്ല, നിന്നോടുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് സങ്കടമായി. പുള്ളി പറഞ്ഞു ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകുകയില്ലെന്ന് ഉറപ്പൊക്കെ തന്നു. അതായത് നിയമം കൊണ്ട് അനുസരിക്കുന്നതും സ്നേഹം കൊണ്ട് അനുസരിക്കുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ ഒച്ച വെച്ചിട്ടൊന്നും അനുസരിച്ചില്ല. എനിക്ക് സങ്കടമാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളി അനുസരിച്ചു. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് പറയാനായി ഉദാഹരണം, അല്ലാതെ എങ്ങനെ ഇത് പറഞ്ഞു തരുന്നത്? സ്നേഹത്തിനൊരു മതിൽക്കെട്ട് ഇല്ല, പക്ഷെ മതിൽക്കെട്ടുണ്ട്. സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ പാപം ചെയ്യത്തില്ല? കർത്താവിനെ വേദനിപ്പിക്കാൻ പറ്റില്ല. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ ദൈവദാസന്മാരെ യോഗം ഏൽപ്പിക്കുന്നു.